ഹലോ നമസ്കാരം, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സംസ്കൃതം സ്കോളർഷിപ്പിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നതാണ്. 9ാം ക്ലാസ് മുതൽ +2 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഡിഗ്രി, PG, PhD എന്നിവയിൽ സംസ്കൃതം ഒരു പ്രധാന വിഷയമായോ ഐച്ഛിക വിഷയമായോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് സംസ്കൃതം സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. 2500 രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. സംസ്കൃതം സ്കോളർഷിപ്പിനായുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ: നിലവിൽ സംസ്കൃതം ഒരു വിഷയമായി പഠിച്ചിട്ടുണ്ടായിരിക്കണം, അപേക്ഷകർ അവസാന വർഷ പരീക്ഷ പാസ്സായിരിക്കണം, 60% മാർക്ക് നേടിയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാനദണ്ഡങ്ങൾ. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകി കണ്ടിന്യൂ ചെയ്ത് സംസ്കൃതം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ ഗൂഗിളിൽ സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. ശേഷം കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. സ്റ്റുഡന്റ് ലോഗിൻ ഫോർ ഓൺലൈൻ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കന്റിന്റെ പേര്, ഇമെയിൽ ID, പാസ്വേഡ്, മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നൽകുന്ന മെയിൽ ID കൃത്യമായി തെറ്റാതെ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അപ്പർ കേസ്, ലോവർ കേസ്, സിംബല്, നമ്പർ വരുന്ന രീതിയിൽ പാസ്വേഡ് നൽകാവുന്നതാണ്. ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. വിവരങ്ങളെല്ലാം കൃത്യമായി നൽകിയതിനു ശേഷം രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ഇമെയിൽ IDയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നൽകുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അപ്ലിക്കന്റിന്റെ പേര്, രക്ഷിതാവിന്റെ പേര്, ഫോട്ടോ, സൈൻ, അതുപോലെ തന്നെ കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പേജിൽ നൽകേണ്ടതായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് 120, 140 വരുന്ന രീതിയിൽ JPG ഫോർമാറ്റിൽ 50 KB കുറവായിട്ടാണ് ഫോട്ടോയും സിഗ്നേച്ചറും അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. ഡോക്യുമെന്റുകൾ കൃത്യമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കന്റിന്റെ ജെൻഡർ കൃത്യമായി സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് അഡ്രസ് ഡീറ്റെയിൽസ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. പാരന്റിന്റെ ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ് കൃത്യമായി നൽകുക. ആനുവൽ ഇൻകം എത്രയാണോ ലഭിക്കുന്നത് അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം പേജിന്റെ താഴെയായി കൊടുത്തിരിക്കുന്ന കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ടു പാർട്ട് 2 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് അപേക്ഷകന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. നെയിം ഓഫ് ദി പ്രീവിയസ് പാസ്ഡ് ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസെന്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്ത കോഴ്സിന്റെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. പാസ് ഔട്ടായ ഇയറും അതുപോലെ തന്നെ അക്കാഡമിക് ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായി നൽകേണ്ടതാണ്. നെയിം ഓഫ് ദി പ്രീവിയസ് പാസ്ഡ് എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷനിൽ നിലവിൽ ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ SSLCയുടെ ഡീറ്റെയിൽസും +2 പഠിക്കുന്നവരാണെങ്കിൽ +1 ഡീറ്റെയിൽസുമാണ് നൽകേണ്ടത്. ശേഷം വരുന്ന ഭാഗങ്ങളിൽ പ്രസന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസും നൽകാനുണ്ട്. പ്രസന്റ് ക്ലാസിന്റെ ഇയർ സെലക്ട് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ പ്രസന്റ് ക്ലാസ്സിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണ് എന്നുള്ളതും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. വിവരങ്ങളൊക്കെ കൃത്യമായി കൊടുത്താൽ മാത്രമാണ് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക. എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി ഫിൽ ചെയ്തതിനു ശേഷം പേജിന്റെ താഴെയായി കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് പാർട്ട് 3 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആപ്ലിക്കന്റിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ബാങ്ക് അക്കൗണ്ടിന്റെ ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡറുടെ പേര്, ആധാർ കാർഡ് നമ്പർ, ബ്രാഞ്ചിന്റെ അഡ്രസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകേണ്ടതാണ്. നെയിം ഓഫ് ദി ബാങ്ക് where the account is opened
ഇൻ ദി സ്റ്റുഡന്റ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ ബാങ്ക് ഏതാണ് എന്നുള്ളതാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. നെയിം ഓഫ് ദി അക്കൗണ്ട് ഹോൾഡർ എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കന്റിന്റെ പേര് അഥവാ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറുടെ പേര് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. ആപ്ലിക്കന്റിന്റെ പേരിൽ തന്നെയുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ നിർബന്ധമായും നൽകേണ്ടതാണ്. അക്കൗണ്ട് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ അക്കൗണ്ടിന്റെ നമ്പറും IFSC കോഡ് എന്നുള്ള ഓപ്ഷനിൽ IFSC കോഡും അഡ്രസ് ഓഫ് ബാങ്ക് എന്നുള്ള ഓപ്ഷനിൽ ബാങ്കിന്റെ അഡ്രസ് ഡീറ്റെയിൽസും കൃത്യമായി നൽകുക. KYC വിത്ത് ആധാർ കാർഡ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കന്റിന്റെ ആധാർ കാർഡ് നമ്പറാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. In case you want to only merit scholarship award certificate, not money, then please select yes, otherwise no എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് സ്കോളർഷിപ്പ് ആണ് വേണ്ടതെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അതല്ല സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഞാനിവിടെ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫൈനൽ സബ്മിറ്റ് ആൻഡ് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കാണിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. രജിസ്ട്രേഷൻ നമ്പറും നോട്ട് ചെയ്ത് വെക്കുക. ബാക്ക് ടു മെയിൻ പേജ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. മെയിൻ പേജിലാണ് ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ട് ലഭിക്കുക. ഞാനിവിടെ ബാക്ക് ടു മെയിൻ പേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജിന്റെ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്റ്റുഡന്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറിയതിനു ശേഷം വ്യൂ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപേക്ഷ സമർപ്പിച്ച ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അടങ്ങിയ ഫോം ലഭിക്കുന്നതാണ്. പ്രിന്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30, 2025 കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.